അസ്സലാമലൈക്കും സഹോദരങ്ങളെ, ദീൻ എന്താണെന്ന് ഇയാളോട് ചോദിച്ച് അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ ഇയാളുടെ ഒരു സ്പീച്ച് ഈദിനെ കുറിച്ചാണ് കേട്ടോ. എല്ലാ രീതിയും എല്ലാ ഇസ്ലാമിക ചിട്ടയോട് കൂടി എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് ഇയാൾ പറഞ്ഞു തരും. സഹോദരങ്ങളെ, ഈ ഈദ് മുസല്ലയുടെ ഇരുപാർശ്വങ്ങളിലും നിന്ന് നിങ്ങൾ കേൾക്കുമ്പോഴും ഇവിടെ ഇരുന്ന് നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. നമ്മെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്ന് ലോകത്ത് അറബ് രാജ്യങ്ങളിൽ ഈദ്ഗാഹുകളില്ല. അറബ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൈതാനങ്ങളിൽ വിശാലമായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാറുള്ളത്. അറബ് രാജ്യങ്ങളിൽ നിന്ന് ഈദ്ഗാഹുകളില്ല, പബ്ലിക്കിലെ സംഗമങ്ങളില്ല, അവിടെ പ്രഭാഷണങ്ങളില്ല. എല്ലാവരും പള്ളിയുടെ ഉള്ളിൽ ഈ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കൊള്ളണം. എന്താണ് അതിന്റെ കാരണം? അവിടെ യുദ്ധത്തിന്റെ ഭീതിയിലാണ്. അവിടെ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, അവിടെ ക്ലസ്റ്റർ ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നു, അവിടെ പാട്രിയോട്ടിക് മിസൈലുകൾ വീണുകൊണ്ടിരിക്കുന്നു. അവിടെ ആളുകൾക്ക് ഭീതിയാണ്. കാരണം അവരെ അല്ലാഹു ഭയപ്പാട് കൊണ്ട് പരീക്ഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രയേൽ എന്ന് പറയുന്ന ലോക ഭീകരവാദ രാഷ്ട്രം, ലോകത്തിലെ ഏറ്റവും നീചന്മാർ ജീവിക്കുന്ന രാഷ്ട്രം, ലോകത്തിൽ മനുഷ്യത്വം പരിപൂർണമായി നശിച്ചുപോയ ഭരണാധികാരികൾ അത് ഉദയം ചെയ്ത നാട് മുതൽ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രം. ആ രാഷ്ട്രം ഫലസ്തീനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാവപ്പെട്ട കുട്ടികളുടെ മേൽ അവിടെ ആയുധങ്ങളിൽ നമുക്കറിയാം അവർ തിരിച്ചു ബോംബുകൾ ഇടുന്നില്ല, അവർ കല്ലെടുത്തെറിയുകയാണ്. അത്രയും നിസ്സഹായരായ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങൾക്ക് അവിടെ ഇന്ന് ഇതുപോലെ സംഗമങ്ങളില്ല എന്ന് നാം അറിയണം. നമ്മൾ ഇട്ട പോലെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് നമ്മുടെ മടിയിലിരുന്ന് നമ്മുടെ പിഞ്ചു പൈതങ്ങൾ നമ്മുടെ കൂടെ വരുന്ന പോലെ, നമ്മുടെ പെൺകുട്ടികൾ ധരിച്ച പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, നമ്മുടെ ആൺകുട്ടികൾ ധരിച്ച പോലെ പാന്റ് ഷർട്ടും ധരിച്ച് അവിടെ വരാൻ സൗഭാഗ്യമില്ല. അവരുടെ മുഖത്ത് ബോംബുകളുടെ അടയാളമുണ്ട്, അവരുടെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്, അതിലേറെ അവരുടെ മനസ്സുകളിലുള്ള ആഴമേറിയ മുറിവുകളുണ്ട്. ലോകം മുഴുവനും അലഞ്ഞു നടന്ന ജൂതന്മാരെ, ലോകത്ത് മനുഷ്യർ ആരും പരിഗണിക്കാത്ത ജൂതന്മാരെ, ക്രൈസ്തവ ലോകം പരിഗണിക്കാത്ത ജൂതന്മാരെ, മറ്റു മതവിഭാഗങ്ങളിൽ ജീവിക്കുന്ന രാഷ്ട്രങ്ങൾ പരിഗണിക്കാത്ത ജൂതന്മാരെ മനസ്സിന്റെ അലിവ് കൊണ്ട്, കാരുണ്യം കൊണ്ട്, കരുണാമയനായ റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് ഫലസ്തീനികൾ സ്വീകരിച്ചപ്പോ ആ വീട് കൈയടക്കുകയും ആ നാട് കൈയടക്കുകയും 1948 അവിടെ ഒരു വൃത്തികെട്ട രാഷ്ട്രത്തെ, മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീചന്മാരുടെ രാഷ്ട്രത്തെ പഠിക്കുകയും അമേരിക്ക എന്ന് പറഞ്ഞ നീചത്വത്തിന് എന്നും കൂട്ടുനിൽക്കുന്ന രാജ്യം അവർക്ക് പച്ചക്കൊടി കാണിക്കുകയും 15 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കി കോളനിവൽക്കരണത്തിന് വിധേയമായ ബ്രിട്ടൻ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ പിതൃത്വം അവകാശപ്പെടാനില്ലാത്ത ജൂതരാഷ്ട്രം ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അവരിന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ലോകത്തെ മുസ്ലിമീങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. മുസ്ലിങ്ങളോട് വിരോധമുണ്ടാകാൻ കാരണം അവർ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യത്വമുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പരിഗണിച്ച ഒരു മതസമൂഹത്തിന് ഏറ്റവും വലിയ പീഡനം ഉണ്ടാകാനുള്ള കാരണം അവർ മുസ്ലിങ്ങളായി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവർ ഇസ്ലാമിന്റെ അനുയായികളായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. മഹത്വപൂർണമായ ഒരു ആദർശം അവർ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ്. ലോകാടിസ്ഥാനത്തിൽ അവർക്കിടയിലുള്ള ഐക്യമാണ് ലോകത്തുള്ള പല ശത്രുക്കളെയും ഇസ്ലാമിനെതിരെ തിരിയാൻ കാരണമായത്. ഈ സന്ദർഭത്തിൽ ദീർഘിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷേ ഗൗരവമായ 5-10 പോയിന്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ വിചാരിക്കുകയാണ്. സഹോദരങ്ങളെ, 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആദ്യമായി ആറ്റം ബോംബ് കൊണ്ടുവന്ന്, അണുപ്രസരണമുള്ള ബോംബ് കൊണ്ടുവന്ന് തുപ്പിയ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യം അമേരിക്കയായിരുന്നു. അന്ന് ജോൺ എഫ് കെന്നഡിയുടെ നേതൃത്വത്തിൽ ലിറ്റിൽ ബോയ് എന്ന പേരിൽ ജപ്പാനിൽ കൊണ്ടുവന്ന് ബോംബ് തുപ്പിയപ്പോ ന്യായമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ജപ്പാനിന്റെ കൂടെ നിന്നതും, അന്ന് നമ്മളോടൊപ്പം നിന്നതും, ഇന്നും നാം ആവശ്യത്തിൽ അവരോടൊപ്പം നിൽക്കുന്നതും അവരുടെ പക്ഷത്ത് നീതിയുണ്ട് എന്നതുകൊണ്ടാണ്. ലോകത്തെവിടെയൊക്കെ നീതിയുണ്ടോ, ലോകത്തെവിടെയൊക്കെ അനീതി പ്രവർത്തിക്കുന്നുവോ
ആ അനീതിക്കെതിരാണ് എന്നും മുസ്ലിം സമുദായം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ലോകരാജ്യങ്ങളിൽ പെട്രോളിയം കണ്ട് എണ്ണഖനികൾ കണ്ട് അത് കീഴടക്കാനുള്ള ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയുമോ? നാം ജീവിക്കുന്ന രാജ്യം പോലും ഭരിക്കുന്നത് ഒരു ഇല്ലാത്ത മനുഷ്യൻ എന്ന രൂപം പോലും പലപ്പോഴും സ്വന്തം ശരീരത്തിൽ സൂക്ഷിക്കാത്ത ഒരു ബൊമ്മയെ പോലെയുള്ള ഒരു സൃഷ്ടി ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആയുധ കച്ചവടമാണ്. നമുക്കും വരാനിരിക്കുന്നു ഒരു ഇലക്ഷൻ. ഞാൻ ആദ്യമായി പറയുന്നു, ആരെ തെരഞ്ഞെടുക്കണമെന്നതിന് നമ്മുടെ വിരലിൽ കൂത്തുന്ന മഷിയുണ്ടല്ലോ, ആ മഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേരളം ആര് ഭരിക്കണമെന്നും ഇന്ത്യ ആര് ഭരിക്കണമെന്നും തീരുമാനിക്കേണ്ടത് മുസ്ലിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉപയോഗിക്കണം. ഒരിക്കലും കച്ചവടക്കാരെ നിങ്ങൾ ഭരണാധികാരികളായി തെരഞ്ഞെടുക്കരുത്. ഇന്ത്യയിലായിരുന്നാലും ലോകത്തായിരുന്നാലും കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ അടിസ്ഥാനപരമായി ബിസിനസ്സുകാരനാണ്. അവന് രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല. അവന് രാജ്യത്തെ പ്രജകളുടെ താല്പര്യങ്ങൾ ഉണ്ടാവില്ല. പ്രജകളുടെ കണ്ണീരിൽ അവന് പ്രശ്നമുണ്ട്. അവിടെ രാജ്യത്ത് വലിയ പണമുണ്ടാക്കുക എന്നതല്ലാതെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിജയിക്കപ്പെടുന്നത് ബോംബുകളാണ്, ആയുധങ്ങളാണ്, AK-47കളാണ്. അത് കച്ചവടം നടത്തുന്ന ഒന്നാം തരം കച്ചവടക്കാരനാണ് ട്രംപ് എന്ന ഭൗതികവാദി, മനുഷ്യത്വ വിരുദ്ധവാദി, മാനവിക വിരുദ്ധവാദി, രാജ്യവിരുദ്ധവാദി, ദേശത്തിന്റെ നീതിക്കെതിരെ ശബ്ദിക്കുന്ന, അനീതി മാത്രം കൈമുതലാക്കിയ തിട്ടൂരമുള്ള ഒരു ചട്ടപ്പി ട്രംപിന്റെ വമ്പിന്റെ മുമ്പിൽ ഇടപെടാതെ കാലുമായി നീങ്ങണ്ട. സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതാണ്, നിങ്ങൾ റബ്ബിന്റെ സഹയാത്രികരാവുക, നിങ്ങൾ റബ്ബിന്റെ സഹായികളാവുക. എങ്കിൽ റബ്ബ് നിങ്ങളെ സഹായിക്കും, റബ്ബ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. ആയുധമില്ലാത്ത നിരായുധരായ പട്ടിണിപ്പാവങ്ങളായ ബദർ യുദ്ധത്തിൽ വന്ന 313 അള്ളാഹ് സഹായിച്ചത് അതേ വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ 1000 മലക്കുകളെ കൊണ്ടാണ്. ആർക്കും കാണാനാവാത്ത മിസൈലുകൾ ഉപയോഗിക്കുന്നത്, പട്ടാളച്ചിട്ടയിൽ കാണാനാവാത്ത അള്ളാഹുവിന്റെ ജബാനിയാക്കൾ, അള്ളാഹുവിന്റെ സൈന്യങ്ങൾ ലോകത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദയാണ്. അതോർക്കണം. അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കില്ലെന്നും അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിലും തലകുനിക്കില്ലെന്നും നമുക്ക് പറയാൻ കഴിയണം. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കാനും മറ്റൊരു വിശ്വാസത്തിന്റെ അംശവും ജീവിതത്തിൽ ചേർത്ത് വെക്കാനും ഭരണഘടന നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, നിങ്ങളുടെ മതമെന്തോ അത് നിങ്ങൾ പ്രബോധനം ചെയ്യൂ എന്ന അനുവാദം നൽകിയ ആർട്ടിക്കിൾ 25 അതൊരിക്കലും മറന്നു പോകരുത്. മതലയനമല്ല മതസൗഹാർദ്ദം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാനവിക സൗഹാർദ്ദം എന്ന് പറയുന്നത് ഏതേത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ടും അവരിൽ സ്നേഹിക്കാൻ കഴിയുക, അവന്റെ വേദനകളിൽ പങ്കാളിയാവാൻ കഴിയുക. വീടില്ലാത്തവന്റെ നൊമ്പരം നോക്കുമ്പോൾ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, വർഗം നോക്കുന്നില്ല, ആചാരം നോക്കുന്നില്ല. പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി നോക്കുമ്പോൾ അവന്റെ പട്ടിണിയും മുസൽമാന്റെ പട്ടിണിയും ലോകത്തെ എല്ലാ നിലയിലുള്ള പട്ടിണികളും ആ പട്ടിണികളെല്ലാം ഒരേപോലെയുള്ള പട്ടിണികളാണ്. മനുഷ്യരുമായുള്ള സൗഹൃദത്തിനോ സ്നേഹത്തിനോ നമുക്കൊരു പ്രയാസവുമില്ല. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാനും എന്നാണ് 60-ാം അധ്യായം 8-9 വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിലുമാണ് സഹകരണം, തിന്മയിൽ സഹകരണമില്ല. ശിർക്ക് തിന്മയാണ്, ബഹുദൈവത്വം തിന്മയാണ്. അതിനോട് സഹകരിക്കാനോ അതിനോട് രാജിയാവാനോ ബിദ്അത്ത് തിന്മയാണ്, അതിനോട് രാജിയാകാൻ നമുക്ക് കഴിയില്ല. ഹറാമുകളോട് രാജിയാകാൻ വിശ്വാസിക്ക് സാധിക്കില്ല. അവന് കൃത്യമായ വേദഗ്രന്ഥമുണ്ട്, ആ വേദഗ്രന്ഥത്തിന്റെ ഫോളോ അപ്പ് ഉണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പരിശുദ്ധ റമദാനിൽ ഖുർആനുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയവരാണ്. ആ ഖുർആനുമായി നിരന്തരമായ ബന്ധം തുടരേണ്ടതുണ്ട്. ലോകത്തെല്ലാ കച്ചവടങ്ങളും ചിലപ്പോൾ പൂട്ടിപ്പോകും, ഹോട്ടലുകൾ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. ഗ്യാസ് ലഭിക്കുന്നവരെ, ഇന്ധനം ലഭിക്കുന്നവരെ നാം പ്രാരാബ്ദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ ഫലിയാഖുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ' വആമനഹും മിൻ ഖൗഫ്. നമുക്കിവിടെ നിർഭയത്വമുണ്ട്. ഒരു പനോലപ്പടക്കം പൊട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഒരു ബോംബ് നമ്മുടെ വീടുകളിൽ വന്ന് വീഴും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പ്രവാസ ലോകത്ത് അങ്ങനെയല്ല. നിങ്ങൾ അറിയണം, സൗദി അറേബ്യ ഈ രാജ്യത്തേക്ക് ഉപജീവനം എത്തിക്കുന്ന രാജ്യമാണ്. UAE ഈ രാജ്യത്തേക്ക് ഭക്ഷണം എത്തിക്കുന്ന രാജ്യമാണ്. സഹോദരങ്ങളെ, കുവൈറ്റ് ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ
ഫണ്ട് നൽകിയ രാജ്യമാണ്. സഹോദരങ്ങളെ, ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലോ ഈ രാജ്യത്തെ പൗരന് ഉപജീവനം നൽകുന്നതിലോ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പങ്കുണ്ടെന്ന് കരുതരുത്. ആ നിലക്കല്ല ഈ യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇറാനിനൊപ്പം നിൽക്കുന്നത്. നേരെ മറിച്ച് അവരോട് അവർ അനീതി കാണിച്ചു എന്നതിന്റെ പേരിലാണ്. നമ്മുടെ ഈ സദസ്സിൽ ഇറാനിൽ നിന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു പൗരനും ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ബിൻ ഖത്താബിനെയും ഉസ്മാൻ ബിൻ അഫ്ഫാനെയും അവർ നരകാവകാശികളാണെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ ഇറാനിൽ ഒരു പൗരന് പൗരത്വമുള്ളൂ. അറിഞ്ഞുകൊള്ളുക, ഇറാനിൽ ഒരാൾക്ക് പൗരത്വം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി നരകത്തിലാണെന്ന് അവന് ഷഹാദത്ത് കലിമ ചൊല്ലണം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ നിലയിലൊന്നും ഇവിടെ ഇരിക്കുന്ന ഒരു മുസ്ലിമിനും ഇറാനുമായി ബന്ധമില്ല. നമ്മൾ ഇറാനിന്റെ കൂടെ നിൽക്കുന്നത് അന്ന് ജപ്പാനിനെ അമേരിക്ക ഏതൊരു വൃത്തികേടിന്റെ പേരിൽ ആക്രമിച്ചോ അതേ മാനദണ്ഡ പ്രകാരം ആക്രമിച്ചു എന്ന കാരണം കൊണ്ടാണ്. സഹോദര, നാം ആലോചിക്കേണ്ട പോയിന്റുകളിൽ ഒന്നതാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് നിർഭയത്വം റബ്ബിന്റെ അനുഗ്രഹമാണ്. വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ വചനത്തിൽ പറഞ്ഞത് പറയുന്നത് നിങ്ങൾ എണ്ണി നോക്കൂ. നമുക്ക് എന്തൊരു സന്തോഷത്തിലാണ് നമ്മൾ ഈദ്ഗാഹിലേക്ക് വരുന്നത്. അങ്ങനെ സന്തോഷമില്ലാത്ത എത്ര നാടുകളുണ്ട്. 165 കുഞ്ഞുങ്ങളെ, മദ്രസയിൽ പഠിക്കുന്ന നിഷ്കളങ്കരായ മക്കളെ അവർ കൊന്നു തള്ളിയില്ലേ? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി അന്യായമായ കൊലപാതകം പലസ്തീനിൽ ചെയ്യുന്നതല്ലേ? ലോകത്ത് ചെയ്യുന്നത് അതല്ലേ? ഇന്ത്യയെ പോലെയുള്ള നന്മ നിറഞ്ഞൊരു രാജ്യത്തിന്റെ മനസ്സ് ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട് എന്ന് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിക്കണം. എന്തിന്റെ പേരിൽ ഒരു വീട്ടിൽ കയറി വന്ന് അവിടെ കിടക്കാൻ ഒരു പായ വിരിച്ച് ഒരു റൂം കൊടുത്തപ്പോ ആ വീട് മുഴുവനും കൊള്ളയടിച്ച് തങ്ങളുടേതാക്കി മാറ്റി ആ വീട്ടിന്റെ ഓണറെ പിടിച്ച് പുറത്താക്കിയ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മനുഷ്യനാണെന്ന് പറയാൻ കഴിയുമോ? അവൻ ആരായാലും അവനവരെ കെട്ടിപ്പിടിക്കാൻ കഴിയുമോ? അവനെ മനുഷ്യത്വമുള്ളവൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ആർക്ക് പറ്റും? അവരെ പ്രീതിപ്പെടുത്തി ഭൗതിക ലോകത്തിന്റെ അധികാരം ഉറപ്പിക്കുന്നവർക്കല്ലാതെ നല്ല പിതാക്കന്മാർക്ക് ജനിച്ചവർക്ക് അത്തരം വ്യക്തികളെ താലോലിക്കാനോ അംഗീകരിക്കാനോ സാധ്യമാകുമോ? സഹോദര, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കേണ്ടവരാണ്. നിങ്ങൾ തിന്മ വിരോധിക്കേണ്ടവരാണ്. അതാണ് മറ്റൊരു കാര്യം. 5-ാമത്തെ കാര്യം, നാം നമ്മുടെ കുടുംബ ബന്ധം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഏതൊരു കുടുംബ ബന്ധത്തെ കുറിച്ചാണോ അവർ നിന്നോട് ചോദിക്കുന്നത്, ആ റബ്ബിനെ സൂക്ഷിക്കാൻ അവരോട് പറ. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പോവുകയില്ല. മൂത്താപ്പ, ഇളാപ്പ, അമ്മായി, കുടുംബം, സ്വന്തം സഹോദരങ്ങൾ, ഇവരൊക്കെ ആയിട്ട് നോമ്പിന് വരെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. പാടില്ല സഹോദര, പിണക്കം നമുക്ക് പാടില്ല. 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അവകാശം തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ രംഗത്തും ഇത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത്തഖില്ല യജ്അൽ ലഹു മഖ്റജ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉപജീവന മാർഗം തരും. കച്ചവടക്കാരെ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അധ്യാപകരെ, നിങ്ങൾ കുട്ടികളെ നന്മയിലേക്ക് നയിക്കണം. കുട്ടികളുടെ തിന്മക്കെതിരെ നിങ്ങൾ ശബ്ദിക്കണം. ഈ കപ്പൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയാണ്. തിന്മയാണ് നങ്കൂരമിടുന്നത്. സഹോദരിമാരോട് ചുണ്ടിൽ ചായം ചേർത്ത് കവിളിൽ പുട്ടിയിട്ട് പുതിയ പുതിയ മോഡേൺ ഡ്രസ്സുകൾ ധരിച്ച് ഉടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് നിങ്ങൾ ദുനിയാവിലെ ആനന്ദത്തിനപ്പുറത്ത് അറിയണം. അള്ളാഹുവിന്റെ കോടതി അറിയണം. അവിടെ വരും അവിടെ വരും ബാപ്പാനെ, ഉമ്മാനെ, എളാപ്പാനെ എല്ലാരെയും കാണും. പക്ഷെ ലായത്തക്കല്ലമോൻ, ആർക്കും അവിടെ മിണ്ടാൻ കഴിയില്ല. അവിടെ കാണിക്കപ്പെടും. അന്ന് സഹോദരി, ജീവിതത്തിനാണ് ഇസ്ലാം പ്രാമുഖ്യം നൽകിയത്. കാരണം നമ്മൾ കണ്ണിനെ നിയന്ത്രിച്ചിരുന്നു. നമുക്കറിയാം നമ്മൾ എത്രത്തോളം പുണ്യവാന്മാരായിരുന്നു എന്ന്. നാം ഓരോരുത്തരും പള്ളിയിലെ ജമാഅത്തിലെത്തിയിരുന്നു. ഒരു വാചകം പറയുന്നുണ്ട് സൂറത്ത് കലമിൽ. എന്താണെന്ന് പറയുമോ? ഖാശിയത്തുൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. അന്ന് ചില മുഖങ്ങൾ കറുത്ത
താഴോട്ട് താഴ്ന്നിരിക്കുകയും. എന്താ കാരണം? യുദഊന ഇല സുജൂദി വംസലിമു. അവർ ദുർബേത്തുണ്ടായിരുന്നു, അവർക്ക് പള്ളിയിൽ പോകാമായിരുന്നു, അവർക്ക് കണ്ണുകളിൽ ഒടുക്കേണ്ടി വന്നിട്ടില്ല. പള്ളി മിനാരങ്ങൾ വാങ്ങി കഴിഞ്ഞു, പരലോകത്ത് അവരെ സുജൂദിന് ക്ഷണിക്കും. നമ്മൾ പലരും ഇപ്പൊ ചെയ്യുന്നത് എന്താ? യുദ്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ, അപ്പുറം ചർച്ച ചെയ്യാൻ, ഇപ്പുറം ചർച്ച ചെയ്യാൻ. യൂട്യൂബർമാർക്ക് പുഷ്ടമില്ല. റമദാനിന്റെ സകല പുണ്യങ്ങളും നശിപ്പിച്ച മാപ്പിള വർഗമാണവർ. സഹോദര, ദിക്ർ ചെല്ലാൻ വേറൊരു കാലഘട്ടം കിട്ടില്ല. റമദാനിനെ പോലെ പുണ്യമാക്കപ്പെട്ട ദിനം പലതും നമുക്ക് നഷ്ടപ്പെട്ടു. യുദ്ധത്തെ കുറിച്ച്, പാർട്ടിയെ കുറിച്ച്, ഇലക്ഷനെ കുറിച്ച്, മാറി മാറി വരുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അല്ല ചോദിക്കോ, ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ തെരഞ്ഞെടുത്തു? അമേരിക്കയെ കുറിച്ച് നിങ്ങൾ 1000 വർത്തമാനം പറഞ്ഞില്ല എന്ന് അല്ല നമ്മളോട് പറയോ? നേരെ മറിച്ച് അല്ല പറയും, എവിടെ സുജൂദ് കൊണ്ടുവാ, സുജൂദ് ചെയ്യ് എന്നവിടെ പറയും. ചാനലിലെ ചർച്ചയെ കുറിച്ചല്ല, ചാനൽ ചർച്ചകളെ കുറിച്ചല്ല. അവർ റേഞ്ച്, അവരുടെ പണം കൂട്ടാനും അവരുടെ ആളുകളെ വർദ്ധിപ്പിക്കാനും അവർ ചെയ്യുന്ന എത്ര നുണപ്രചരണങ്ങളാണ് ഈ പരിശുദ്ധ റമദാനിൽ അറബ് നാടുകളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത്, ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത്, ലോക മീഡിയകളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും പടച്ചോ നമ്മളോട് ചോദിക്കില്ല. നിന്റെ യൗവനം, യുവാവേ, നിന്റെ യൗവനം മദ്യപിച്ചിരുന്നോ? മയക്കുമരുന്ന് അടിമപ്പെട്ടിരുന്നോ? പലിശക്ക് കൊടുത്തിരുന്നോ? പലിശ വാങ്ങിയിരുന്നോ? ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നോ? അള്ളാഹുവിനെ ഓർത്തിരുന്നോ? അല്ല തെമ്മാടിത്തത്തിൽ മുഴുകിയിരുന്നോ? അതല്ലേ ചോദ്യം. മാസലക്കും ഫീസക്കർ എന്താ നരകത്തിൽ എറിയപ്പെട്ട്? അത് റിപ്പോർട്ടർ ചാനൽ കേട്ടിരുന്നില്ല എന്നല്ല പറയുന്നത്. കാലു ലന്നക മിനൽ മുസല്ലീൻ, നിസ്കരിക്കുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല, തോന്നിവാസികളുടെ കൂടെ മുഴുകിയെന്ന ചാനൽ കണ്ടില്ല, പത്രം വായിച്ചില്ല എന്നൊന്നുമല്ല. ആ ചർച്ച, ഈ ചർച്ച, അപ്പുറത്തെ ചർച്ച, അല്ലെങ്കിൽ സ്പോട്ട് ചർച്ചകള്, ഇതൊന്നും വിശ്വാസിയെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന വിഷയങ്ങളല്ല. കാരണം നിനക്ക് മരണം വരുന്നവരെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ്. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും നാം സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഇബാദത്തിലാകണം, ദിക്റിലാവണം. കാരണം എന്താ? അത് പറയാം. നമുക്ക് മരണം എപ്പോഴാണ് നമുക്കറിയില്ല, എവിടെ വെച്ചാണ് മരിക്കുക അതും നമുക്കറിയില്ല. നിങ്ങൾക്ക് മരണം ഉറപ്പാണ്, അതിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു നാഴിക മരണസമയമായി പിന്തിക്കില്ല. മക്കളെ, ഇബ്രാഹിം നബി മക്കളോട് പറഞ്ഞാണ്, മക്കളെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. നമ്മുടെ മക്കളോട് പറയണം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖും ഇസ്കാല ഹബ്ബ, മോനെ ഒരു അണുമണി തൂക്കം കാര്യം ഒരാളതും കവർന്നെടുക്കരുതേ കുട്ടി. ഹലാലല്ലാത്ത ഒരു സമ്പാദ്യവും മോനെ നിനക്കുണ്ടാകരുതേ എന്ന് സ്വന്തം നഫ്സിനോടും കുടുംബത്തോടും യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, അവിടെ പറയുന്നത് സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും രക്ഷിക്കണേ. നമുക്ക് പെരുന്നാളാണ്, ആഘോഷമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമയുള്ള ദിവസമാണ്. പള്ളിയുടെ പരിസരത്തും വീട്ടിലും വെറുതെ ഇരിക്കുന്ന ഏതൊരാളും ജുമയ്ക്ക് പോകലാണ് ഏറ്റവും മസലായ സുന്നത്ത്. യാത്ര തുടങ്ങുകയും അല്ലെങ്കിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്ത ആളുകൾക്കൊക്കെ റസൂൽ ഇളവ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയും ജുമയ ദിവസം അത്രമേൽ ഹദീസ് കൊണ്ട് ധന്യമാക്കപ്പെട്ടിരിക്കുന്നു ആ സുന്നത്ത്. കാരണം അല്ല നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാം ആ ഇളവിനെ എടുക്കാം, നമുക്ക് എടുക്കാതിരിക്കാം. പള്ളിയിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വരാം, ജുമയ്ക്ക് പങ്കെടുക്കാവുന്നവർ പങ്കെടുക്കാം. ളുഹ്ർ 4 റക്അത്ത് അല്ലാത്തവർ നിസ്കരിച്ചാൽ മതി. അത് ഫർളാണ്, ആ ഫർള് നിർബന്ധവുമാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല അയൽപക്ക ബന്ധം പുലർത്താൻ പറഞ്ഞു. ഈദാശംസകൾ നേർന്നുകൊണ്ട് പ്രവാചക തിരുമേനി 2 വഴികളിലൂടെ കടന്നുപോയി. വന്നതൊരു വഴിയിലൂടെ, പോകുന്നത് മറ്റൊരു വഴിയിലൂടെ. എന്തിനെന്നല്ലേ? ധാരാളം ആളുകളുമായി ബന്ധപ്പെടാൻ, സലാം പറയാൻ, ഈദാശംസകൾ നേരാൻ. ഇനി വരുന്ന 6 നോമ്പ് നോൽക്കാൻ പറ്റുന്നവർ നോക്കുക, ഒരു വർഷം മുഴുവനുമുള്ള നോമ്പാണ്. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും റമദാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് നമ്മൾ ആളുകളോട് ഫണ്ട് സ്വീകരിക്കാറുണ്ട്. നിങ്ങൾ മനസ്സറിഞ്ഞു കൊടുക്കണം. ബിലാലിന്റെ ജുബ്ബ കുപ്പായത്തിൽ തിരുദൂതർ അത് സ്വീകരിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ദാറുൽ അർക്കം എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം നിലനിൽക്കുന്നു. നമ്മുടെ കുട്ടികളുടെ ദീനിന്റെ പഠനം പരലോക മോചനത്തിന് നിദാനമാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അനേക ദേവാ പ്രവർത്തനങ്ങളുടെയുണ്ട്. നമ്മുടെ വലണ്ടർമാരുടെ കയ്യിൽ QR കോഡ് ഉണ്ട്. നിങ്ങളതെടുത്ത് നല്ലൊരു തുക അയച്ചു കൊടുക്കുകയും ലക്ഷക്കണക്കിന് ബാധ്യതയുള്ള ഈദ്ഗാഹിനെ സഹായിക്കുകയും നിങ്ങൾ ചെയ്യണം. നമ്മുടെ എല്ലാ കാര്യത്തിലും മുന്നേറണം. ഇതര മതസമൂഹത്തോട് നമുക്കൊരിക്കലും ഒരു വിരോധമോ ഒരസൂയയോ അവരുടെ നാശം കുതിക്കുകയോ ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കില്ല. സ്നേഹവും കാരുണ്യവും മാർദ്ദതയും
അലിമുമാണ് നമ്മുടെ മാനദണ്ഡം. അള്ളാനെ കണ്ടുമുട്ടണമെന്നും അവന്റെ മുമ്പിൽ നിൽക്കണമെന്നും അതെ ആ റബ്ബിനെ കണ്ടുമുട്ടലാണ് സഹോദരങ്ങളെ. അതിനെയാണ് ഗൗരവമായി കാണേണ്ടത്. എന്റെ റബ്ബന്റെ യൗവനത്തെ കുറിച്ച്, എന്റെ അറിവിനെ കുറിച്ച്, എന്റെ കണ്ണുകളെ കുറിച്ച് എല്ലാം ചോദ്യം ചെയ്യും. അതെ, അവിടെ എന്റെ കണ്ണും കാതും ഹൃദയവും എന്ത് കണ്ടു, എന്ത് കേട്ടു, എന്ത് ചിന്തിച്ചു, അതൊക്കെ റബ്ബ് ചോദിക്കും. അതാണ് വളരെ പ്രധാനം. അതിലാണ് നമ്മുടെ സമയം കണ്ടെത്തേണ്ടത്. ആവശ്യമില്ലാത്ത മൊബൈലിലെ സെർച്ചുകളിലും തോന്നിവാസങ്ങളിലും ഇന്ന് എന്തുമാകാം എന്ന ധാരണയും നമുക്കൊരിക്കലും ഉണ്ടാകരുത്. സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകളും സ്വീകരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹ് നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്മതിദാനാവകാശം വരാനിരിക്കുന്ന ഇലക്ഷനിൽ നമ്മുടെ നാട് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ അബദ്ധം പറ്റിയാൽ ഓർക്കുക, 5 വർഷം അത് സഹിക്കേണ്ടി വരും. അത് പാഠ്യപദ്ധതികൾ ഉണ്ടാകും, നമ്മുടെ മക്കളുടെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഉണ്ടാകും, നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും, നമ്മുടെ പെൺകുട്ടികളുടെ അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നതിൽ അതുണ്ടാകും. അതെല്ലാം ബോധ്യമുണ്ടാവുക, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ജീവിതത്തിന്റെ മുഴുമേഖലകളിലും തെക്കുവ കൈക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ രോഗം ശിഫയാക്കി നൽകുമാറാകട്ടെ. ലോകത്ത് നടക്കുന്ന ഇന്നത്തെ യുദ്ധക്കെടിയിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാജ്യങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. കിരാതന്മാരായ മനുഷ്യർ ഇസ്രയേൽ എന്ന രാജ്യത്തെയും അമേരിക്ക എന്ന വൃത്തികെട്ട രാജ്യത്തെയും അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ ഭരണാധികാരികൾക്ക് തക്കതായ ശിക്ഷ അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ നാശത്തിന് വേണ്ടി ഹൃദയത്തട്ടി മനുഷ്യകുലം പ്രാർത്ഥിക്കുന്നത് അവർ നശിച്ച് ആമാശിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പോലെയുള്ള മനുഷ്യകുലത്തിൽ ആവശ്യമില്ല